ഹലോ നമസ്കാരം. അപ്പോൾ നമുക്കിന്ന് മറ്റൊരു ഈസി റെസിപ്പി ട്രൈ ചെയ്യാം. ഇതുണ്ടെങ്കിൽ നമുക്ക് ചോറിന് മറ്റൊരു കറിയും വേണ്ട, ഇത് മാത്രം കൂട്ടി വയറ് നിറയെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റും. അതിനായിട്ടൊരു പാത്രത്തിൽ എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് തലയൊക്കെ നുള്ളി കഴുകി വാല വെച്ച ഉണക്കച്ചെമ്മീൻ ചേർത്ത് നല്ലപോലെ ഇളക്കി റോസ്റ്റ് ചെയ്തെടുക്കുക. ഇതുണ്ടാക്കിയതിന് ശേഷം ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഇത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഉണക്കച്ചെമ്മീൻ റോസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് ചുവന്നുള്ളിയും കറിവേപ്പിലയും ഇട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക. ചുവന്നുള്ളി എത്രമാത്രം ചേർക്കുന്നോ അത്രയും ഇതിന് ടേസ്റ്റ് കൂടും. ചുവന്നുള്ളി നന്നായിട്ട് വഴന്ന് വരുമ്പോൾ അതിലേക്ക് ചതച്ച ഉണക്കമുളകും ഒരല്പം കാശ്മീരി ചില്ലിയും ചേർക്കുക. കാശ്മീരി ചില്ലി ഓപ്ഷണലാണ്, നമുക്ക് ചെമ്മീൻ റോസ്റ്റിനൊരു നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ചേർക്കുന്നത്. അതിൻ്റെ കൂടെ ഉപ്പും കൂടി ചേർത്ത് ഇത് നല്ലപോലെ വഴറ്റിയെടുക്കുക. ഇതല്ലാതെ വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും നമ്മളിതിൽ ചേർക്കുന്നില്ല. ഉള്ളി നന്നായിട്ട് വഴന്ന് കഴിയുമ്പോൾ വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. ചതച്ച മുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കണം. എനിക്കിവിടെ നല്ല എരിവുള്ള മുളക് ആയതുകൊണ്ടാണ് ഞാൻ വളരെ കുറച്ച് മാത്രം ഇട്ടത്. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് ഉള്ളിയൊക്കെ നല്ലപോലെ മുരിഞ്ഞ് വരുന്നത് വരെ തീ കുറവിലിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇത് ചൂടാറാനായിട്ട് വയ്ക്കുക. ചൂടാറി കഴിയുമ്പോൾ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ബോട്ടിലാക്കി നമുക്കിത് സൂക്ഷിക്കാവുന്നതാണ്. ഒരുപാട് ദിവസം ഇത് കേടുകൂടാതെ ഇരിക്കും. ഈസി റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ.